welcome back to my channel Femibi. Welcome back to my channel Femibi. ഇതൊരു ക്രിസ്മസ് റിലേറ്റഡ് വ്ളോഗ് തന്നെയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഈ ക്രിസ്മസിനെ നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത് ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തേക്കുന്ന ബ്രോഡ് വേ വ്ളോഗാണ്. ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ നമ്മൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കണ്ടിന്യൂസ്ലി വ്ളോഗ് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടൊന്നും ഇട്ടിട്ടില്ല. 3 years ബാക്കിൽ നമ്മൾ 3 വീഡിയോസ് ഇട്ടിട്ടുണ്ട് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട്. അപ്പം അതിലൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ വീഡിയോ. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയെ വിശേഷിപ്പിക്കാം. കാരണം അതൊരു വലിയ സ്റ്റോറിയാണ്. നമ്മൾ ഈ ട്രീ മേടിച്ചിട്ട് ഇപ്പോൾ 3 years ആയി. അന്നത്തെ ആ വ്ളോഗിൽ നമ്മളത് ആദ്യമായിട്ട് തുറന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന വ്ളോഗായിരുന്നു. ഇതിന് മുമ്പുണ്ടായിരുന്ന ട്രീ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അത് ഒടിഞ്ഞു പോയി. അതിൻ്റെ ഒരു സ്റ്റെമ്മായിട്ട് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് നമ്മുടെ കയ്യിലിരിക്കാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ട്രീ മേടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഒടിഞ്ഞു പോകാൻ മെയിൻ റീസൺ നമ്മൾ നല്ല അമക്കി ഒട്ടും സ്പേസ് പോകാത്ത രീതിയിലാണ് അത് എപ്പോഴും പാക്ക് ചെയ്ത് വെക്കുന്നത് ക്രിസ്മസ് കഴിയുമ്പോഴത്തേക്കും. അപ്പം ഡാഡി എന്നെ പറഞ്ഞു തന്നാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഈ ഒരു രീതിയിൽ വെക്കാം, ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് അതുപോലെ തന്നെ അന്ന് ഡെക്കറേറ്റ് ചെയ്ത രീതിയിൽ തന്നെയാണ് ഇന്ന് ഇത് ഇരിക്കുന്നത്. ആകെപ്പാടെ ആ സ്റ്റാറിന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം സെയിം അതുപോലെ തന്നെയാണ്. അപ്പം ഡെക്കറേറ്റ് ചെയ്ത് നമ്മൾ അതുപോലെ തന്നെ മേളിൽ കൊണ്ട് വയ്ക്കുക, സമയമാകുമ്പോൾ താഴെ കൊണ്ടുവരിക, മേളിൽ കൊണ്ടുപോകുക, ആ ഒരു രീതി. അതുപോലെ തന്നെയാണ് ഈ ഒരു 3 years ആയിട്ട് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് വ്ളോഗൊന്നും എടുക്കാഞ്ഞത്. പ്രത്യേകിച്ച് എനിക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. നമ്മൾ ലൈറ്റൊക്കെ ചെയ്ത് ഡിസംബർ അന്ന് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് നമ്മളെല്ലാം സെറ്റാക്കിയത്. ലൈറ്റും നമ്മൾ കണക്ഷൻ കൊടുക്കുകയും ചെയ്തോളൂ. അന്ന് ഇട്ടതുപോലെ തന്നെയാണ് ലൈറ്റ് ഇരിക്കുന്നത്. അന്നത്തെ വീഡിയോ ഞാൻ കാണിക്കും. ഇന്ന് സ്പെഷ്യലായിട്ട് വീഡിയോ അച്ഛൻ എടുത്തിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. അപ്പം അന്നത്തെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ മാറ്റി മേളിൽ കൊണ്ടുവയ്ക്കുന്നു, താഴെ കൊണ്ടുവരുന്നു, വീണ്ടും മേളിൽ പോകുന്നു, താഴെ വരുന്നു, ആ ഒരു രീതിയാണ്. അപ്പം ഇത്തവണ ശരി ഇതിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഒന്നും പ്രോപ്പറായിട്ടൊന്നും അലങ്കരിച്ചൊന്നും വെച്ചില്ല. ഞാൻ മനസ്സിൽ വിചാരിക്കുമ്പോൾ എന്താ ഓക്കെ സംഭവം അതിലുണ്ട്, എല്ലാ ഡെക്കറേറ്റീവ് പീസസും അതിലുണ്ട്, ഞാൻ പ്രത്യേകിച്ച് പോയി അലങ്കരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ എക്സാം ഉണ്ട്. അപ്പം ഓക്കെ എല്ലാം അവിടെ സെറ്റാണ്. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അപ്പം ഇപ്രാവശ്യം അത് പറ്റത്തില്ല. അടുത്ത 2024 ക്രിസ്മസിന് നമുക്കത് പറ്റത്തില്ല. ഞാൻ ഫുൾ ഓർണമെൻറ്റ്സും പുതിയത് മേടിക്കും എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ ഓർണമെൻറ്റ്സിന് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. എല്ലാ ക്രിസ്മസിനും ഇടുകയൊക്കെ ചെയ്തു. ഉഴിയിട്ടില്ല. അപ്പോൾ നമ്മളിത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും മേടിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. പുതിയ ബോക്സൊക്കെ മേടിച്ച് പല ഇങ്ങനെ സിംഗിൾ കളർ ഒരു തീമിൽ ഇനി അടുത്ത പ്രാവശ്യത്തെ ക്രിസ്മസിന് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിതെല്ലാം എടുത്ത് തിരിച്ച് ബോക്സിലാക്കാണ്. എക്സെപ്റ്റ് ക്രിസ്മസ് ട്രീ, നമ്മൾ ട്രീ എടുക്കത്തില്ല. ട്രീ ഇതുപോലെ തന്നെ കുറച്ചുകൂടെ വിടർത്തി നമ്മൾ മേളിൽ കൊണ്ടുവയ്ക്കും. അല്ലാതെ ട്രീയെ വലിയ പണിക്കൊന്നും ഞാൻ പോകില്ല. ട്രീ ഉഴുന്ന് വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതാണ് നല്ലത്, മേളിൽ കൊണ്ട് വെക്കുന്നതേ ഉള്ളൂ. ട്രീ ഞാൻ മടിയൊന്നും പിടിക്കത്തില്ല, അത് കൊണ്ടുവയ്ക്കും. ഓർണമെൻറ്റ്സ് ഇടാനാണ് എനിക്ക് മടി. ഓർണമെൻറ്റ്സ് എല്ലാം ഒരു ബോക്സിലോട്ട് മാറ്റാൻ പോവാണ്. കണ്ടോ, കുറച്ചൊക്കെ ഞാൻ ഇപ്പോഴേ കയ്യിൽ എടുത്ത് വെച്ചു. അപ്പം നമുക്കൊരു ബോക്സിലോട്ട് മാറ്റണം. അതിനു മുമ്പ് നമ്മുടെ പുൽക്കൂട്ടിലെ എല്ലാവരെയും നമുക്ക് ആ ബോക്സിലോട്ട് മാറ്റണം. 3 years ബാക്ക് നമ്മൾ ഉണ്ടാക്കിയ പുൽക്കൂട് തന്നെയാണത്. ഡാഡിയും മമ്മിയും കൂടെയാണ് പുൽക്കൂട് ഉണ്ടാക്കിയത്. അതുപോലെ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ മേടിച്ചു. മേളിലത്തെ കൂരയൊക്കെ നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. നമ്മളെന്ന് പറയുമ്പോഴത്തില്ല, ഡാഡിയും മമ്മിയും കൂടെയാണ് അത് ചെയ്തത്. ഡാഡിയും മമ്മിയും കൂടെ പറമ്പിൽ പോയി പനയിലെ ഇലയൊക്കെ വെട്ടി അവരത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ലൈറ്റ് ഇട്ടത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം മാറ്റണം. എല്ലാവരെയും നമുക്ക് പെട്ടിക്കകത്ത് തിരിച്ചെടുത്ത് ഭദ്രമായിട്ട് വെക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ.
അപ്പോൾ നമ്മൾ ലൈറ്റ് ഒന്ന് വെറുതെ ഊരിയിട്ട് എല്ലാം പോയോ, എല്ലാം പോയി, കുഴപ്പമില്ലല്ലേ, കത്തി ഒന്ന് ഓക്കെ. നമ്മളിപ്പോൾ ഒന്ന് ലൈറ്റ് ക്രിസ്മസ് ട്രീ ഊരിയിട്ട് ഒന്ന് കത്തിച്ച് നോക്കിയതാണ്, എല്ലാം കത്തുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. നമ്മൾ എഴുത്ത കൂട്ടത്തിലാണോ അതോ നേരത്തെ ഫോണിലാണോ എനിക്ക് വലിയ കിട്ടില്ല. നമ്മളിപ്പം കത്തിച്ച് നോക്കിയിട്ട് കണ്ടോ, ഈ ഒരു സെറ്റ് മൂവും ഇച്ചിരി വെട്ടുകയാണ് ഉള്ളൂ. പക്ഷെ ഈ മജന്ത കളറും മൂവും നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. എനിക്ക് വേണം വരുന്നുണ്ടെങ്കിൽ ഈ കോമ്പിനേഷൻ നന്നായി ഇഷ്ടപ്പെട്ടു. ബ്ലൂവും ഗ്രീനും പോയാതെ സെറ്റ് പോയി. ഇനി നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കിയിട്ടേ അടുത്ത പ്രാവശ്യം ഇടാൻ പറ്റുള്ളൂ. സോ ഇത് കത്തിച്ച് നോക്കിയത് നന്നായി, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നോക്കി ഇതുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇട്ടേനെ. മറ്റേ ഹോം ലൈറ്റ് ഉൾക്കൂട്ടിലെ രണ്ടെണ്ണം കുഴപ്പമില്ല, മേളത്തും കുഴപ്പമില്ല, നമ്മളൊന്നും ഇട്ടായിരുന്നു, അതൊന്നും കുഴപ്പമില്ല. അത് നമ്മൾ അതുപോലെ തന്നെ എടുത്ത് മേളിൽ വെക്കുകയാണ്. ലൈറ്റ് ഒന്നും ഊരാൻ പോകുന്നില്ല, ക്രിസ്മസ് ട്രീയിലെ ലൈറ്റ് ഊരി. അപ്പോൾ ഈ 2 കളേഴ്സാണ് വർക്ക് ചെയ്യുന്നത്. ഇത് എടുത്ത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് ആ ബോക്സിനകത്ത് തന്നെ വെക്കാൻ പറ്റുമെങ്കിൽ അതിനകത്ത് തന്നെ വെക്കാനാണ് പ്ലാൻ. നമ്മുടെ ഏകദേശം ക്രിസ്മസ് ഓർണമെന്റ്സ് എല്ലാം നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി ഈ ലൈറ്റും കൂടെ ഇതിനകത്ത് എടുത്ത് വെക്കണം, അതാണ് ഇനി അടുത്ത പരിപാടി. അങ്ങനെ അവസാനം നമ്മൾ ഫുൾ ക്രിസ്മസ് ട്രീ അഴിച്ചു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം കൂടി ഒരൊറ്റ ബോക്സിൽ വെക്കാൻ പറ്റിയില്ല. ടോപ്പ് ഭാഗവും അതിനുശേഷമുള്ള ഒരു ഭാഗവും ഈ ഒരു ബോക്സിൽ വെച്ചു. പിന്നെ അതിനോടൊപ്പം തന്നെ ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റ്സും ഉൾക്കൂട്ടിലെ ഐറ്റംസും ഗ്രീൻ ഗ്രാസ് അതെല്ലാം ഇതിൻ്റെ അകത്ത് വെച്ചു. പിന്നീട് നമ്മൾ ആ ഏറ്റവും ബോട്ടം ഭാഗം വേറൊരു ബോക്സിലാണ് വെച്ചത്, ഉൾക്കൂട് വേറൊരു ബോക്സിലും. അങ്ങനെ ടോട്ടൽ 3 ബോക്സാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. ക്രിസ്മസ് ഐറ്റംസ് എല്ലാം കൂടെ വെക്കാനായിട്ട് 3 ബോക്സസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.